നമുക്ക് നേരെ കൊച്ചിയിലേക്ക് പോകാം. രാഖി, നമ്മൾ പെൺകുട്ടികളാണ്, നമുക്കൊക്കെ ആശങ്ക. നമ്മൾ വളരെ ഞെട്ടലോടുകൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വാർത്തകൾ ചർച്ച ചെയ്തതും ഒക്കെ, ഈ ഓൺ സ്ക്രീൻ മാത്രമല്ല ഓഫ് സ്ക്രീനിലും. ഇപ്പോൾ ഒരുപാട് നമ്മുടെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഈ മോഡലിംഗിലൊക്കെ സജീവമായിട്ടുള്ള, അല്ലെങ്കിൽ അതിലേക്കൊക്കെ ഇറങ്ങാൻ ആഗ്രഹമുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. പക്ഷേ അവരെയൊക്കെ പിന്നോട്ട് വലിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ, പ്രത്യേകിച്ച് ഈ മോഡലിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഈ വീട്ടുകാരുടെ സമ്മതം കിട്ടുക എന്നുള്ളത് വലിയ കഷ്ടപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് തന്നെ ഈ മോഡലിംഗ് അല്ലെങ്കിൽ സിനിമ, സീരിയൽ എന്നൊക്കെ പറയുമ്പോൾ ചില വിശ്വാസങ്ങൾ, ചില അന്ധവിശ്വാസങ്ങൾ വീട്ടുകാർക്കും നമ്മുടെ സമൂഹത്തിനും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊക്കെ ഒരുപാട് മാറിയെങ്കിലും ഇപ്പോഴും മോഡലിംഗുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും, അതായത് ഇത്തരം പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ വലിയൊരു സംഘം അതെ, അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. മോഡലിംഗിന്റെ മറവിലെ പെൺവാണിഭ മനുഷ്യക്കടത്ത് കേസുകളിൽ രാജ്യാന്തര ബന്ധങ്ങളിലേക്ക് അന്വേഷണം. കൂടുതൽ കണ്ണികൾ ദുബായിലടക്കമുള്ളതായാണ് സൂചന. മുംബൈ വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു മുഖ്യപ്രതി സിന്ധു പിടിയിലായത്. അവരെ രക്ഷപ്പെടാൻ സഹായിച്ചവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ഈ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഖി, അതിനു മുൻപ് കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി കരഞ്ഞൊരു കരച്ചിൽ നമ്മളോട് പ്രതികരിച്ചിരുന്നു. ആ പെൺകുട്ടി, അതായത് എത്ര ക്രൂരമായാണ് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചത് എന്നുള്ള കാര്യം. എന്തായാലും അതിനിപ്പോൾ രാജ്യാന്തര ബന്ധമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ജിജീഷ് ഉണ്ട്. ജിജീഷ്, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ നിന്നും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു ഗുഡ് മോർണിംഗ് പറയാൻ കഴിയുന്ന സാഹചര്യമാണോ? കാരണം ഈ പെൺകുട്ടി മാത്രമല്ല, പരാതിക്കാരി മാത്രമല്ല, 100ഓളം പെൺകുട്ടികൾ ഇവരുടെ വലയിൽ പെട്ടിട്ടുണ്ടെന്നാണ് സൂചന. ഒപ്പം മുഖ്യപ്രതി സിന്ധു ഇതിലെ ചങ്ങലക്കണ്ണികളിൽ ചെറിയ ചങ്ങലക്കണ്ണി മാത്രമാണ്. മറ്റാരൊക്കെയാണ് ഇതിലുള്ളത്? രാജ്യാന്തര ബന്ധം എങ്ങനെയാണ് ഈ കേസിൽ സംശയിക്കുന്നത്? ഇപ്പോൾ അന്വേഷണം എവിടെ വരെ എത്തി നിൽക്കുന്നു ജിജീഷ്? അശ്വതി, രാഗി, ഗുഡ് മോർണിംഗ്. ഒരു സുപ്രഭാതം പറയുന്ന ഘട്ടത്തിൽ പോലും അത് പൂർണ്ണ മനസ്സോടെ പറയാൻ കഴിയാത്ത അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ അനുദിനം ഓരോ പ്രഭാതവും ഇത്തരത്തിലുള്ള വാർത്തകളുമായി തന്നെയാണ് പുറത്തു വരുന്നത്. പെൺകുട്ടികൾ ക്രൂരമായി തന്നെ ലൈംഗിക ചൂഷണത്തിന്, പ്രത്യേകിച്ച് ഇത്തരം സംഘങ്ങളുടെ, റാക്കറ്റുകളുടെ വലയിൽ അകപ്പെട്ടു പോകുന്നു. പലപ്പോഴും അവർ പറയുന്നത് വിശ്വസിച്ചു പോകുന്നു. കാരണം അത്രമാത്രം വിശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇത്തരം സംഘങ്ങൾക്കുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഇരയാക്കപ്പെട്ട പെൺകുട്ടി, പരാതി നൽകിയ പെൺകുട്ടിയടക്കം അവർ നൽകിയ വെളിപ്പെടുത്തലുകളിൽ, ആ സംഭാഷണങ്ങളിലെല്ലാം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കേട്ടതാണ്, അതിക്രൂരമായ ഒരു ലൈംഗിക ചൂഷണങ്ങൾക്ക് അവരെ ഇരയാക്കുന്നത്. എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അവർ സമ്മതിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർ അനുമതിയോടുകൂടിയോ അല്ല, പകരം ലഹരി വസ്തുക്കൾ അടക്കം നൽകിക്കൊണ്ട്, മയക്കുമരുന്നുകൾ അവർക്ക് നൽകുന്ന പാനീയങ്ങളിൽ നൽകിക്കൊണ്ട് മയക്കി കിടത്തി ലൈംഗിക ചൂഷണം നടത്തി, നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അത് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഇവരെ എല്ലാം തന്നെ ഈ ഒരു സെക്സ് റാക്കറ്റിന്റെ ഭാഗമാക്കി മാറ്റുന്നത്. അവിടെ തുടക്കം മുതൽ തന്നെ രക്ഷപ്പെടാൻ ഈ പെൺകുട്ടികളെല്ലാം തന്നെ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്ന കുട്ടി തന്നെ യുവതി തന്നെ പറയുന്നത് അനുസരിച്ച് 8ഓളം പേർ അവിടെ ഉണ്ടായിരുന്നു. മറ്റ് 8 പേർ സമാനമായ സാഹചര്യത്തിൽ ഉണ്ട് എന്നാണ് താൻ മനസ്സിലാക്കുന്നത് എന്നാണ് ആ യുവതി വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് വിപുലമായ ഒരു അന്വേഷണം തന്നെയാണ് നടത്തുന്നത് എന്ന് കൊച്ചി സിറ്റി പോലീസ് അടക്കം വ്യക്തമാക്കുന്നുണ്ട്. അശ്വതി ജിജിയുടെ നേതൃത്വത്തിൽ, DCPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇതിനായി രൂപീകരിക്കുകയും ആ അന്വേഷണ സംഘം കൂടുതൽ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും എല്ലാമാണ് ചെയ്യുന്നത്. നിലവിൽ 3 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സിന്ധു, അലീന, ഈ 2 ആളുകളാണ്. ഇതിന്റെ എല്ലാം തന്നെ ഒരു മുഖ്യ ആസൂത്രകരായി, അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യക്കടത്തിൻ്റെതാണെങ്കിലും ലൈംഗിക പീഡനത്തിൻ്റെതാണെങ്കിലും സെക്സ് റാക്കറ്റിൻ്റെ ആണെങ്കിലും എല്ലാം തന്നെ നിയന്ത്രിച്ചിരുന്ന പ്രധാനപ്പെട്ട കണ്ണികളായി മനസ്സിലാക്കുന്ന, ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന 3 പേർ പിടിയിലായി. അതിൽ 2 പേർ ഏറ്റവും പ്രധാനമായ പങ്കാളിത്തമുള്ള ആളുകളാണ്. ഇവരെല്ലാം തന്നെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടുകൂടി ഇതിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് അന്വേഷണ സംഘം കരുതുന്നു. എന്ന് മാത്രമല്ല, ദുബായിലടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ഈ ഒരു സെക്സ് റാക്കറ്റിന്റെ ഭാഗമായി പ്രവർത്തിച്ച ആളുകളുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കാരണം അവരെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ 3 പേർക്കപ്പുറം നിരവധി ആളുകൾ ഉൾപ്പെട്ടതാണ് ഈ ഒരു ഗ്യാങ്. പ്രത്യേകിച്ച് ചില ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ചെല്ലാമാണ് പെൺകുട്ടികളെ, യുവതികളെ ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നത്. അതിൽ പല ആളുകളുടെ പേരുകൾ, വലിയ ഗുണ്ടാ സംഘങ്ങളുടെ പേരുകൾ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇവരിൽ പലരും സമാനമായ കുറ്റകൃത്യങ്ങളിലും ഒപ്പം തന്നെ മറ്റ് ക്രിമിനൽ കേസുകളിലും എല്ലാം ഉൾപ്പെട്ട ആളുകളാണ്. അതിനു മുമ്പ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതും അറസ്റ്റിലായ ആളുകളെല്ലാം തന്നെയാണ് ഈ സെക്സ് റാക്കറ്റിന്റെ നേതൃത്വം നൽകാനും അതിന്റെ ഭാഗമായി എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായ പെൺകുട്ടികൾ ഈ മോഡലിംഗ് അതിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ് ഈ ഒരു
രംഗത്തേക്ക് ഇത്തരം ആളുകളിലെ അടുത്തേക്ക് ചെല്ലുന്നത് അത് തീർത്തും സുതാര്യമായ രീതിയിലുള്ള ഒരു മോഡലിംഗ് ക്യാമ്പുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രത്യേക ക്യാമ്പുകളാണ് എന്നാണ് പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത്. അതിൽ വിശ്വസിച്ചു പോകുന്ന ആളുകൾ ഇവരെ കോൺടാക്ട് ചെയ്യുന്നു. ആദ്യമെല്ലാം തന്നെ ഒരു തരത്തിലും ഈ ഒരു തട്ടിപ്പിന്റെ രീതി അല്ലെങ്കിൽ ഇതൊരു കെണിയാണ് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധത്തിലേക്കാണ് ഈ ആളുകളെ ഈ യുവതികളെ ഇതിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ദുബായിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചാണ് ഈ ചൂഷണങ്ങളെല്ലാം തന്നെ നടത്തുന്നത് എന്ന് കൃത്യമായി തന്നെ പരാതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ യുവതികൾ ഇക്കാര്യത്തിൽ ലൈംഗിക ചൂഷണത്തിനും സെക്സ് റാക്കറ്റിന്റെ ഭാഗം ആക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്, പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളുടെ മൊഴിയെടുക്കാൻ പോലീസ് ഒരുങ്ങുന്നുണ്ട്. മാത്രമല്ല കൂടുതൽ പരാതികൾ, സമാനമായ അനുഭവങ്ങൾ തങ്ങളും നേരിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ആളുകൾ പരാതികളുമായി പോലീസിന് മുന്നിലേക്ക് വരുന്നുണ്ട്. മോഡലിംഗിന്റെ മറവിൽ നടന്ന മനുഷ്യക്കടത്ത്, പെൺവാണിഭം, ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. അന്വേഷണം രാജ്യാന്തര ബന്ധമാണ് സംശയിക്കുന്നത്. പല കണ്ണികളും ദുബായിലുണ്ട് എന്ന സംശയമുണ്ട്. എന്തായാലും ദുബായ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ഒരു അഭ്യർത്ഥന. കാരണം രണ്ട് വിഭാഗവും ചൂഷണത്തിന് ഇരയാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ അതീവ ശ്രദ്ധാലുവായിട്ട് വേണം ഇറങ്ങാൻ. ഇത്തരത്തിലുള്ള ഫാഷൻ ഷോയൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ അതിലേക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ ആ ഒരു ജെനുവിനിറ്റി അത് നിങ്ങൾ തന്നെ പരിശോധിക്കണം. എത്ര വലിയ സെലിബ്രിറ്റി ഇനി സോഷ്യൽ മീഡിയയിൽ വന്നാൽ അതിൻ്റെ ഒരു അഭിമുഖം അല്ലെങ്കിൽ അത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിക്കുകയാണെങ്കിൽ കൂടിയും അതിന് പിന്നിലെ വസ്തുത നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇറങ്ങിത്തിരിക്കാൻ.